السلام عليكم ورحمة الله وبركاته. مرحبا بكم إلى حلقات UGC നെറ്റ് അൽ അറബിയ. UGC നെറ്റ് അറബിക്കിൻ്റെ ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. യൂണിറ്റ് 2 നമ്മൾ ചർച്ച ചെയ്യുന്നത് അന്നസറുൽ അറബി ഹത്തൽ അസ്റിൽ അബ്ബാസി, അബ്ബാസി കാലഘട്ടം വരെയുള്ള അറബി ഗദ്യം. ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത് അർ റസായിൽ, എഴുത്തുകളെക്കുറിച്ചാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും 3 എഴുത്തുകാരെക്കുറിച്ചാണ് പരിചയപ്പെടുന്നത്. അബ്ദുൽ ഹമീദ് അൽ കാത്തിബ്, ഇബ്നുൽ മുഖഫഅ അൽ ജാഹിൽ. ആദ്യമായി അബ്ദുൽ ഹമീദ് അൽ കാത്തിബ്. അബ്ദുൽ ഹമീദ് അൽ കാത്തിബ് ജനിച്ചത് ഹിജ്റ 75 മരണപ്പെട്ടത് 749 ക്രിസ്താബ്ദം. അബ്ദുൽ ഹമീദ് ബിൻ യഹ്യ ബിൻ സഅദ് അൽ ആമിരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം. ഹുവൽ ഉസ്താദ് അൽ അവൽ ലിൽ കിതാബ അൽ ഫന്നിയ ഇൻദൽ അറബ്. അറബികൾക്കിടയിൽ എഴുത്ത് മേഖലയിൽ ഉസ്താദായി അറിയപ്പെടുന്ന ഏറ്റവും ആദ്യത്തെ വ്യക്തി ഇദ്ദേഹമാണ്. നശഅ ഫിൽ അംബാർ വൽതഹഖ ബി ഖുലഫാഇ ബനി ഉമയ്യ. അംബാറിലാണ് അദ്ദേഹം വളർന്നത്. പിന്നീട് അമവി ഭരണാധികാരികളുമായി ചേർന്നു. വസാറ കാത്തിബൻ വസദീഖൻ ലി മർവാൻ ബിൻ മുഹമ്മദ്. അമവി ഖലീഫ മർവാൻ ബിൻ മുഹമ്മദിൻ്റെ കൂട്ടുകാരനും എഴുത്തുകാരനുമായി. ഹറബ മഅ മർവാൻ ഇല മിസ്ർ വഖതലഹുമ അൽ അബ്ബാസിയൂൻ ഹുനാക്. അബ്ബാസികളുടെ ശക്തമായ ആക്രമണത്തിൽ മർവാൻ്റെ കൂടെ ഇദ്ദേഹം മിസ്റിലേക്ക് ഓടിപ്പോയി. എന്നാൽ അവിടെ വെച്ച് മർവാൻ ബിൻ മുഹമ്മദിനെയും ഇദ്ദേഹത്തെയും അബ്ബാസികൾ വധിച്ചു. അവലുമൻ വദഅ ഉസൂൽ റസായിൽ. ഈ എഴുത്തുകൾക്ക്, റിസാലകൾക്ക് അടിസ്ഥാനങ്ങൾ സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. ഖീല ഫുതിഹത്ത് റസായിലു ബി അബ്ദുൽ ഹമീദ് വഖുതിമത് ബിബ്നിൽ അമീദ്. റിസാലകൾ തുടങ്ങിയത് അബ്ദുൽ ഹമീദിനെ കൊണ്ടും അവസാനിച്ചത് ഇബ്നുൽ അമീദിനെ കൊണ്ടുമാണ് എന്ന് പറയപ്പെടാറുണ്ട്. മിൻ റസായിലിഹി, അദ്ദേഹത്തിൻ്റെ ചില എഴുത്തുകളാണ് റിസാലത്തു വലിയിൽ അഹദ്, റിസാലത്തു ഷത്റഞ്ച്, റിസാലത്തുൽ കാത്തിബ്, റിസാലത്തു വസ്ഫിൽ ഇഖാ, റിസാലത്തുൻ ഇല അഹ്ലിഹി വഹുവ മുൻഹസിമുൻ മഅ മർവാൻ. അവസാനത്തേത് അദ്ദേഹം മർവാൻ ഇബ്നു മുഹമ്മദിൻ്റെ കൂടെ പരാജിതനായി ഓടിപ്പോകുമ്പോൾ എഴുതിയ റിസാലയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക്. അടുത്തത് ഇബ്നുൽ മുഖഫഅ. ഇബ്നുൽ മുഖഫഅ ജനിച്ചത് 724 മരണപ്പെട്ടത് 759. അബു മുഹമ്മദ് അബ്ദുള്ള ബിൻ അൽ മുഖഫഅ എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം. മുഫക്കിർ ഫാരിസി, പേർഷ്യൻ ചിന്തകനാണ് അദ്ദേഹം. വുലിദ മജൂസിയൻ, മജൂസിയായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. വഅതനഖൽ ഇസ്ലാം അലാ യദി ഈസ ബിൻ അലി. ഈസ ബിൻ അലിയുടെ കൈകളാൽ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു. ആസറൽ ഖിലാഫത്തൽ അമവിയ വൽ അബ്ബാസിയ. അബ്ബാസി ഭരണകാലത്തും അമവി ഭരണകാലത്തും അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. മീൻ കുത്തുബിഹി അൽ അദബു സ്വഗീർ. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പുസ്തകങ്ങളിലൊന്നാണ് അൽ അദബു സ്വഗീർ. അനി സുൽത്താൻ വ അലാഖത്ഹി ബിർ റഅയ്യ. അദബു സ്വഗീർ എന്ന തൻ്റെ പുസ്തകം അദ്ദേഹം സുൽത്താനെക്കുറിച്ചും സുൽത്താൻ പ്രജകളുമായുള്ള ബന്ധത്തെക്കുറിച്ചുമാണ് എഴുതിയത്. വൽ അദബുൽ കബീർ. അദബുൽ കബീർ എന്നത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകമാണ്. ഹൗല തഹ്ദീബിൻ നഫ്സ് വ തർവീദിഹ ബിൽ അമാലി സ്വാലിഹ. ശരീര സംസ്കാരത്തെക്കുറിച്ചും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചുമാണ് അദബുൽ കബീർ എന്ന തൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം പ്രതിപാദിച്ചിട്ടുള്ളത്. റിസാലത്തു സ്വഹാബ എന്നത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകമാണ്. കതബഹ ഇലൽ ഖലീഫ മൻസൂർ യുദക്കിറുഹു ബി അഹ്വാലി റഅയ്യത്തി. ഖലീഫ മൻസൂറിന് അദ്ദേഹം എഴുതിയ പുസ്തകമാണിത്, റിസാലയാണിത്. തൻ്റെ പ്രജകളുടെ ക്ഷേമകാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് എഴുതിയ റിസാലയാണ്. അദ്ദേഹത്തിൻ്റെ രചനകളിൽപ്പെട്ടതാണ് അൽ അദബുൽ കബീർ, അൽ അദബു സ്വഗീർ, റിസാലത്തു സ്വഹാബ, അദ്ദുറത്തു സമീന വൽ ജൗഹറ അൽ മക്നൂന, അത്താജ് ഫി സിറത്തി അനുഷർവാൻ, അജായിബു സിജിസ്ഥാൻ, സിയറുൽ മുലൂക്കി സാസാനിയീൻ. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ രചനകളാണ്. അടുത്തത്
അൽ ജാഹിൽ. അദ്ദേഹത്തെക്കുറിച്ച് വിശദമായി വായിക്കാം. അൽ ജാഹിൽ ജനിച്ചത് 776 മരണപ്പെട്ടത് 868. അബൂ ഉസ്മാൻ അംർ ബിൻ ബഹർ ബിൻ മഹ്ബൂബ് അൽ ലൈസി അൽ കിനാനി അൽ ബസരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം. അദീബുൻ അറബിയുൻ വുലിദ ഫിൽ ബസറ ഫി ഖിലാഫത്തിൽ മഹ്ദി. മഹ്ദിയുടെ കാലത്താണ് ഇദ്ദേഹം ജനിച്ചത്, ബസറയിൽ. അറബി സാഹിത്യകാരനാണ്. വതൂഫിയ ഫിഹ ഫി ഖിലാഫത്തിൽ മുഹ്തദി ബില്ല. ഖലീഫ മുഹ്തദി ബില്ലയുടെ കാലത്താണ് ബസറയിൽ വെച്ച് തന്നെ അദ്ദേഹം മരണപ്പെട്ടത്. നശഅ ഫഖീറൻ യബിഉ സമക് വൽ ഖുബ്സ് ഫിൻ നഹാർ. അദ്ദേഹം പകൽ പത്തിരിയും മത്സ്യവും വിറ്റ് ജീവിച്ചിരുന്ന ഫക്കീറായ മനുഷ്യനായിട്ടാണ് വളർന്നത്. വആസറ 12 ഖലീഫ മിനൽ അബ്ബാസിയീൻ. അബ്ബാസികളിലെ 12ഓളം ഭരണാധികാരികളുടെ കാലത്ത് അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. അഖദ ഇൽമൽ ലുഗ അൽ അറബിയ്യ അല അബി ഉബൈദ മുഅല്ലിഫ് കിതാബ് നഖാഇദ് ജരീർ വൽ ഫറസ്ദഖ്. നഖാഇദ് ജരീർ വൽ ഫറസ്ദഖ് എന്ന കിതാബിൻ്റെ രചയിതാവായ അബി ഉബൈദയുടെ കയ്യിൽ നിന്നാണ് അദ്ദേഹം അറബി ഭാഷ പഠിച്ചത്. വൽ അസ്മഇ സാഹിബുൽ അസ്മഇയാത്ത്. അസ്മഇയാത്തിൻ്റെ രചയിതാവായ അസ്മഇയും അബൂ സൈദുൽ അൻസാരിയും ഇദ്ദേഹത്തിൻ്റെ ഗുരുനാഥന്മാരാണ്. ദറസൻ നഹ്വ അലൽ അഖ്ഫഷ്. അഖ്ഫഷിൻ്റെ പക്കൽ നിന്നാണ് നഹ്വ് പഠിച്ചത്. വഇൽമൽ കലാം അല ഇബ്രാഹിം ബിൻ സയ്യാർ അൽ ബസരി. ഇബ്രാഹിം ബിൻ സയ്യാർ അൽ ബസരിയുടെ പക്കൽ നിന്നാണ് ഇൽമുൽ കലാം പഠിച്ചത്. തൂഫിയ ഖിലാല മുത്വാലഅതിഹി ബഅദൽ കുതുബ് വസഖത സ്വഫ് മിൻ അർറുഫൂഫി അലൈഹി വമാത. അദ്ദേഹം പുസ്തകം വായിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹത്തിൻ്റെ പുസ്തക ശേഖരങ്ങളിൽ നിന്നൊരു വലിയ ഭാഗം തൻ്റെ ശരീരത്തിലേക്ക് വീണ് അതിനടിയിൽ കിടന്നാണ് അദ്ദേഹം മരിച്ചത് എന്ന് പറയപ്പെടുന്നു. കുതിബ ഫി ഇൽമിൽ കലാം കതബ ഫി ഇൽമിൽ കലാം വൽ അദബ് വസിയാസ വന്നബാത്ത് വൽ ഹയവാൻ വസ്സിനാഅ വഗൈരിഹ. ഒരുപാട് മേഖലകളിൽ, രാഷ്ട്രീയ മേഖലയിലും സാഹിത്യ മേഖലയിലും സസ്യങ്ങളെക്കുറിച്ചും മൃഗങ്ങളെക്കുറിച്ചും സാങ്കേതിക വിദ്യകളെക്കുറിച്ചുമൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളിൽ ചിലതാണ് അൽ ബയാൻ വത്തബിയീൻ ഫി 4 അജ്സ. 4ഓളം ജുസ്ഉകളാണ് ഈ പുസ്തകത്തിനുള്ളത്. കിതാബുൽ ഹയവാൻ, ഇതിന് 8 ജുസ്ഉകളുണ്ട്. അൽ ബുഖല, അൽ മഹാസിൻ വൽ അദ്ദാദ്, അൽ ബുർസാൻ അൽ ബറസാൻ വൽ അറജാൻ, അത്താജ് ഫി അഖ്ലാഖിൽ മുലൂക്ക്, അൽ ആമിൽ വൽ മഅ്മൂൽ, അത്തബ്സിറ ഫി തിജാറ, അൽ ബിഗാൽ, ഫദ്ലു സുദാൻ അലൽ ബൈദാൻ, കിതാബു ഖൽഖിൽ ഖുർആൻ, കിതാബു അഖ്ലാഖി ഷിത്താർ. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ രചനകളാണ്. ശുക്രൻ അല ദഅം ഇല ലിഖാ ഫിൽ ഹൽഖ താലിയ മഅ സലാമ.